എഞ്ചിനീയർ സാറേ, ഇത് ഞാന് ലൈൻമാൻ KT കുറുപ്പ്. ഇത് മദ്യ, വിദേശ മദ്യ. അന്ന് ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ കുടിച്ചെന്നും പറഞ്ഞ് നീ എന്നെ സസ്പെൻഡ് ചെയ്തു. ഇയാളുടെ ചുരിദാറിട്ടുള്ള ഭാര്യ എന്നോട് മാർക്കറ്റിൽ പോയി മീൻ മേടിക്കാൻ പറഞ്ഞു. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ അവളോട് പറഞ്ഞു ആ പണി നീ നിന്റെ തന്തയോട് പറഞ്ഞാൽ മതി. ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളായ പോലീസിന് വിളിച്ചു പുറത്താക്കും. പോലീസ് എന്താ നിന്റെ അമ്മായിയപ്പന്റെ കുടുംബക്കാരാ? താനെ ചീഫ് എഞ്ചിനീയർ അല്ല, ചീഫ് എഞ്ചിനീയർ. ചീപ്പ് ചീപ്പ് എന്ന് പറഞ്ഞ അൽപ്പൻ. ആ പോയവനുണ്ടല്ലോ, അവന്റെ അന്ത്യണ്ടല്ലോ. ഇവിടെ നോക്ക്. എന്തായാലും 1500 കൂടുതലാ സാറേ. സത്യത്തിൽ ഈ കച്ചവടത്തിൽ എനിക്ക് ഒന്നും കിട്ടില്ല. ആര് പറഞ്ഞു? ഇത് എത്ര രൂപയുടെ മെറ്റീരിയൽസ് ഉണ്ടെന്നാണ് എന്റെ വിചാരം. എന്നാലും സാറ് ഡിപ്പാർട്ട്മെന്റിൽ സാധനങ്ങൾ കട്ടെടുത്ത് തരുമ്പോ ഇത്രയും ചോദിക്കാറില്ലായിരുന്നു. എടോ, അത് സർക്കാർ മുതല, ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. ഇതെന്റെ അനിയന്റെ, എനിക്ക് ഇത്തിരി എണ്ണുണ്ട്, അത് മനസ്സിലാക്കണം. അതേ സ്ഥലം വിട്ടേ. നാളെ ഞാൻ ആ വഴിക്ക് വരുമ്പോ കാശെടുത്ത് വെച്ചാ കിട്ടാ. അല്ല സാറേ, വേറെ വലിയ സാധനങ്ങളൊന്നും ജംഗ്ഷനിൽ ഞാൻ വലിയൊരു ട്രാൻസ്ഫോർമർ കണ്ടു വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശെ പാർട്സ് ആയിട്ട് ഇളക്കിട്ട് നിന്റെ അണ്ണാക്കിലേക്ക് കുത്തിരാ. ഒന്ന് പോടോ കൊടുത്ത്. വണ്ടി എടുക്കും. ആരെങ്കിലും ഒന്ന് കണ്ടാണ്ടില്ല, എന്റെ ജീവിതം പോയി. കള്ളം എന്നുള്ള പേര് മാത്രം എനിക്കില്ലാത്തത്. എന്താ നിന്റെ പേര്? നമ്മുടെ വയറിംഗ് മെറ്റീരിയൽസ് മുഴുവൻ കളവ് വേടാ. നമ്മൾ നമ്മുടെ സാധനങ്ങൾ ഭദ്രമായി സൂക്ഷിക്കുക. ഈ കാലത്ത് മോഷണം തടയാൻ അത്രേ ഉള്ളൂ വഴി. സർ, ഇവിടെയുള്ള സ്റ്റാഫിനെയൊക്കെ വിളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി നമ്മുടെ പെരുമാറ്റ മുറകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ വയറ് വെളി വരും. ഇവിടുത്തെ സ്റ്റാഫിനെ ഒന്നും കൊണ്ടുപോണ്ട. വെളിയിൽ നിന്ന് ആര് വരാനാ സേതു സാറേ? സാറിന്റെ 2 ചാൺ വയറ് മോട്ടിക്കാൻ. സാറ് സമ്മതിക്കാണെ കള്ളനെ ഞാൻ ഈ നിമിഷം പിടിച്ചു തരാം സാറേ. അന്വേഷണം പുറത്തു മതി. സ്റ്റേഷനിൽ കംപ്ലൈന്റ് കിട്ടിയാൽ അന്വേഷണം പുറത്തു വെച്ച് വേണോ, അകത്തു വെച്ച് വേണോ, എവിടെ വെച്ച് വേണം, എങ്ങനെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. കേട്ടോ സാറേ? ഏതായാലും സ്ഥലത്തെ സ്ഥിരം കള്ളന്മാരെ ഞങ്ങളൊന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഞാൻ വീണ്ടും പറയുന്നു, കള്ളനെ പിടിച്ചു തരാം. പിടിക്കട്ടെ? വേണമെങ്കിൽ മതി. ഏകദേശം എത്ര രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ട് കാണും മുതലാളി? എനിക്കൊന്നും അറിയാൻ മേലടോ, എന്റെ തല ചുറ്റുന്നു. അത് കൊണ്ടുപോയ കഴിവേറി ദൈവമേ, മുടിഞ്ഞു പോണേ. ഒരു 8000 രൂപയുടെ മെറ്റീരിയൽസ് മേടിച്ചാ നമുക്ക് പണി തുടങ്ങാം സാർ. 8000 രൂപ എന്ന് വെച്ചാ ഇനി 8000 രൂപ ഞാൻ ഉണ്ടാക്കണം. ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണ്ട എനിക്ക് KFC-യിലേക്ക് ചെല്ലാൻ. ഞാൻ ഇനി എങ്ങോട്ടും ഇല്ല. ഈ പോയ സാധനമൊക്കെ 2 ദിവസത്തിനകം ഉണ്ടാക്കാന്ന് വിചാരിക്കുക. പിന്നെ ഇനി ഒരു എത്ര ദിവസം എടുക്കും ഇതൊക്കെ ഒന്ന് വലിച്ചു കെട്ടാൻ? ഏകദേശം ഒരാഴ്ച പിടിക്കും സാർ. ഒരാഴ്ച? എങ്കിൽ ഈ പരിപാടി പൊളിഞ്ഞത് തന്നെ. 4 ദിവസത്തിനകം ഇത് നടന്നില്ലെങ്കിൽ പിന്നെ 21-ാം നൂറ്റാണ്ടിലെ ലോൺ കിട്ടൂ. ഒരു 8 മുഴം വയറ് കിട്ടുമോ? ഒരു തരി ബാക്കി വെച്ചിട്ടില്ല സാറേ. വേണ്ട, ഒരു 8 മുഴം കയറ് കിട്ടുമോ? എനിക്കൊന്ന് തൂങ്ങിച്ചാവാൻ. മുതലാളി വിഷമിക്കാതിരിക്കും, നമുക്ക് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. എങ്ങനെ സമാധാനം ഇരിക്കോടോ? രൂപ 1ഉം 2ഉം അല്ല, 8000 അല്ലയോ? சார் நம்ம குன்னூர் போயிடலாம் சார். കൂനൂരാ சார் குன்னூர் போயிடலாம் சார். 14 കിലോമീറ്റർ தான். നീ റൂം എടുത്തരാന്ന് சொன்னே. ഇത് 4ാമത്തെ സ്ഥലത്തായി ഇപ്പൊ കൊണ്ടുവന്നു. 25 രൂപ വാങ്ങിച്ചു. കൂനൂർ വന്നിന്റെ சார் சொல்றது கேளுங்க, இங்க ஃப்ளவர் ஷோ நடக்குது, அதனால ரூம் எல்லாம் ஃபுல். റൂം എടുത്തരാന്ന് சொன்னே നേരെ നുണയാ சார். சொன்னேன் சார், ஆனா ആനേ പൊടിയൊന്നും വേണ്ട. മനുഷ്യനെ പറ്റിക്കാ. പൈസ പൈസ யாரு பார்த்து யானை போனாங்கடா? ஏய், என்ன நீ ஊரு விட்டு ஊர் வந்துக்கிற டபாக்கிறே நீ? போடா. എന്റെ പൈസടാ. രൂപ കൊടുക്കണ ചോമ്പേരി. ஏய், யாரு பாத்துற சோம்பேறங்கடா? புறம்போக்கு. എനിക്കറിയാനല്ല പോണത്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നെ മനസ്സിലായ? ആ പൈസയും പോയി കിട്ടി. രൂപ പോണേ പോട്ടെ, നമുക്ക് അഭിമാനം വരുന്നത്. വണ്ടി കയറി അവ ആളെ വിളിക്കാൻ പോയിരിക്കാ. നിന്റെ തന്ന കണ്ടെ സ്ലിപ്പർ പൂടാ ബെനിയിലിട്ട്. സർ, വലത്ത് കാല് വെച്ച് അകത്തെ കയറണം. എന്റെ കമ്പനി വരുന്ന ആദ്യത്തെ മഹാനായ മനുഷ്യനാണ് സാർ. എന്റെ ഐശ്വര്യങ്ങളെല്ലാം സാറിന്റെ പ്രാർത്ഥന പോലെ ഇരിക്കും. ഒരു മിനിറ്റ്.
ആ താൻ ആ ഫയലിൽ നിന്ന് ഇയാൾ അപ്ലിക്കേഷൻ ഫോം എടുത്തേ. ബിരിയാണിയും ചോറും ഒക്കെ വാങ്ങിച്ചാ? ഓ വാങ്ങിച്ചു. കുപ്പി വാങ്ങിച്ചാ? കുപ്പി. ഓ വാങ്ങിച്ചു. പക്ഷേ എന്ത് പക്ഷേ? എല്ലാം മുതലാളിയുടെ ചേട്ടനെടുത്ത് വിഴുങ്ങി. ചേട്ടനാ? എവിടെ? അകത്തുണ്ട്. അതെന്ത് ചെയ്യുന്നു? അകത്ത് ചുവരിലൊക്കെ ആഞ്ഞടിച്ച് എന്തൊക്കെയോ പുളിച്ച തെറികളൊക്കെ വിളിച്ച് പറയാണ്. എന്റെ അമ്മയെ കൈയും കാലും പിടിച്ച് കരഞ്ഞു കൊണ്ടുവന്നത് അയാളെ തകരാറാക്കൂ. ആവാൻ സാധ്യതയുണ്ട്. അത് നിനക്കെങ്ങനെ അറിയാം? ആ തെറികൾക്കിടയിൽ നല്ലൊരു പദം ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടു. എന്താ അത്? അത് പറയടാ. അവന്റെ അമ്മയുടെ ഇൻസ്പെക്ഷൻ. എന്താണ് പറഞ്ഞേ? സാർ അതല്ല സാർ, അതല്ല. അതായത് ഇവിടെ ഇൻസ്പെക്ഷൻ നടക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് ഞങ്ങളോട് വിരോധമുള്ള ചിലര് സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അവന്റെ അമ്മയുടെ, അതായത് എന്റെ അമ്മയുടെ ഇൻസ്പെക്ഷൻ അത് നടന്ന പോലെ തന്നെ എന്ന് ആരോ ചിലര് പറയുന്ന കേട്ടിട്ട് ഇവൻ വന്ന് എന്നോട് പറയായിരുന്നു. അല്ലാതെ സയ്യേ സാറിന്റെ അല്ല. അയ്യേ, ഇന്നെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ ദിവസം വന്ന് ഇൻസ്പെക്ഷൻ വേണ്ട നടത്താം. വേണ്ട, ആ പണി ഇന്ന് തന്നെ തീർത്ത് കളയാം. ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ ഡയഗ്രാം ഡയഗ്രാം എവിടെ? ഡയഗ്രാം അവിടെ ഉണ്ട്. എവിടെ? അവിടെ. സാർ അവിടെ ഉണ്ട് സാർ. പോടാ. അയ്യോ. ഇയാളോ? ഇയാളെന്താ ഇവിടെ? ഇയാളെ എനിക്കറിയില്ല, നിനക്കറിയാവടാ? അത് ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്. സാർ ഇൻസ്പെക്ഷൻ വരുമ്പോ ആവശ്യമില്ലാത്തവർ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് അറിഞ്ഞൂടെ? വഴിപോക്കർ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പ്ലീസ്, പൊതുവഴി അതാണ്, പൊതുവഴി അതാണ്, അതിലേ വെക്കുള്ളൂ, അതിലേ വെക്കുള്ളൂ. സാർ വലത്തുകാല് വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാർ വലത്തുകാല് വെച്ച്. ISI മാർക്ക് എവിടെ? സൂക്ഷിച്ചു നോക്ക് സാറേ, അപ്പൊ കാണും. സാർ ഇത് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന ബെസ്റ്റ് സ്വിച്ചസ് ആണ് സാർ. ISI മാർക്ക് നിർബന്ധമാണ്. മോന്തയ്ക്കൊന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കട, അപ്പൊ കാണും മാർക്ക്. ആ അതൊക്കെ പോട്ടെ. കേബിൾസ് ഒക്കെ ഏതാ? ആർമിയുടെ അല്ലേ? അതെ സാർ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ മിണ്ടരുത്. ലൈറ്റിനും മെഷീനും ഒക്കെ ഒരേ കണക്ഷനാണ്. അത് ഞാൻ ഇതിന്റെ അത് പാടില്ലെന്ന് അറിഞ്ഞുകൂടെ? ഇത് ഞാൻ സമ്മതിക്കില്ല. സമ്മതിച്ചില്ലെങ്കിൽ താൻ ഇവിടുന്ന് പോവില്ലേ? ഇയാൾ ആരാ? സാർ ഒരു വഴിപോക്കാണ്. അല്ല, ഞാൻ അവന്റെ ചേട്ടൻ. അതെന്റെ കുറ്റമല്ല സാർ. സോറി, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഇയാളുടെ കാര്യത്തിലോ വയറിങ്ങിന്റെ കാര്യത്തിലോ? രണ്ടിലും. സാർ ഉടനെ ഇതൊക്കെ ചേഞ്ച് ചെയ്യണം. സാർ അത് ഞാൻ പ്ലീസ് ഒന്ന് പറയട്ടെ സാർ. അതായത് സാർ ഞാൻ നിക്ക് 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 നിക്ക്. മര്യാദക്ക് പരിശോധിച്ച് ഒപ്പിടുന്നതാണ് നല്ലത്. ചുമ്മാ ഇരിടാ. ചേട്ടാ. എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് തടസ്സം ഉണ്ടാക്കുക ഇവരുടെ സ്ഥിരം പണി. വഴിന് മാറണോ? ഇല്ലെങ്കിൽ നീ എന്നെ സസ്പെൻഡ് ചെയ്യടാ. ചേട്ടാ. ഒപ്പിടുற പട്ടി. ഞാൻ എന്താ പറഞ്ഞേ? ഒപ്പിടുற പട്ടി. ചേട്ടാ. തെണ്ടി നായിന്റെ മോനെ. ചേട്ടാ. നിന്നെ എങ്ങനെയുണ്ട്? അവൻ പട്ടി അടി. കേശവൻകുട്ടി, വണ്ടി എടുക്കടാ. വേഗം എടുക്കടാ വണ്ടി. വേഗം എടുക്ക. സാറേ, നിന്നെ വേറൊരു കാര്യം പറയാനാ. പന്നി. ഫാക്ടറി തുടങ്ങിയില്ലെങ്കിൽ എനിക്കൊരു പുല്ലുമില്ലടാ. നീ പോടാ പട്ടി. കള്ളുടിയാ. കള്ളുടിയ നിന്റെ അച്ഛൻ. പോടാ. ഒറ്റയടിക്ക് അവന്റെ വായേന്ന് മുലപ്പാല് വരുന്നത് നീ കണ്ട? ഞാൻ അയാളുടെ വായിലോട്ട് നോക്കിയില്ല. പിന്നെ നീ എവിടെ നോക്കിയിരിക്കായിരുന്നു? ഡാസ് ചെയ്തു. നീ കണ്ട? ഡാസ് ചെയ്തു. കൊല്ലണോ? കൊല്ലണോ എന്നെ? എന്നിട്ട് എന്റെ ശവം ചുട്ടുകരിച്ച് താൻ കഴിക്കുന്ന ചാരായത്തി കലക്കി കുടിക്കണോ? നീ എന്നെ എടാന്ന് വിളിച്ചു അല്ലേടാ? കാണിച്ച തെണ്ടിത്തരത്തിന് തന്നെ അതല്ല വിളിക്കേണ്ടത്. എന്റെ നെഞ്ചത്ത് കയറി ചവിട്ടിയിട്ടല്ല കണ്ടവനോടുള്ള പക തീർക്കേണ്ടത്. എന്റെ ചോറി മണ്ണ് വാരിയിടാൻ ഞാൻ തന്നോട് എന്ത് തെറ്റാ ചെയ്തത്? ഒരടി കൊടുത്ത അവൻ ഒപ്പിടുന്നു കരുതി ഓടുന്ന് വിചാരിച്ചില്ലേ? ഇനിയിപ്പോ നമുക്ക് ഈ ബിസ്ക്കറ്റ് കമ്പനി നിർത്തി വല്ല മീൻ കച്ചവടത്തിനും പോകാൻ മുതലാളി. പിടിക്കടോ അമീഷക്കാരനെ. എന്താ അളിയ കാര്യം? ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയറെ വധിക്കാൻ ശ്രമിച്ചു എന്ന് അയാളുടെ പേര് ഒരു കംപ്ലൈന്റ് ഉണ്ട്. വധിക്കാനൊന്നും ശ്രമിച്ചില്ല. തല്ലിയില്ലേ? തല്ലി. അപ്പോൾ അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ കൊല്ലിയില്ലായിരുന്നോ? അതിനെയാണ് വധശ്രമം എന്ന് പറയുന്നത്. എന്ത് അളിയ ഇത്? കാക്കീട്ടാ പിന്നെ അളിയനും ഇല്ല അച്ഛനും ഇല്ല. അയാളെവിടെ? ഇതൊക്കെ ഒരു വിരട്ട് മാത്രമാണ്, ശമ്പളം വാങ്ങിക്കണ്ടേ? നമ്മുടെ പഴയ എഞ്ചിനീയർ ഇല്ലേ അയാള്? ആക്ച്വലി എന്താണ് ഉണ്ടായത്? അയ്യോ!